സഖാവ് ദിവാകരൻ കേരളത്തിൽ പാർട്ടിക്ക് ഇന്നുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ശക്തനായ രക്തസാക്ഷി. സോറി കോമള, രക്തസാക്ഷി ആകേണ്ടവൻ. പാവം സഖാവ് ദിവാകരൻ, ഇവനൊരു ബലിമൃഗമാണ് കോമള. ഈ നാടിനു വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും പ്രത്യയശാസ്ത്രത്തിനു വേണ്ടിയും ബലിയർപ്പിക്കാൻ വിധിക്കപ്പെട്ട വിപ്ലവത്തിന്റെ കുഞ്ഞാട് സഖാവ് ദിവാകരൻ. ഈ ദൈവത്തിന്റെ ഓരോരോ തമാശകൾ നോക്കണേ. പാർട്ടിയെ നന്നാക്കാനും നാടിനെ സംരക്ഷിക്കാനും ഇവനെ സൃഷ്ടിച്ച അതേ ദൈവങ്ങൾ തന്നെ ഈ നാടിന്റെ നാശം കാണാൻ എന്നെ നിന്നെ സൃഷ്ടിച്ചു. അത് ഈ നാടിന്റെ വിധി. ഒടേ തമ്പുരാന്റെ തമാശകൾ വേറെ ഉണ്ടല്ലോ. ഇവനെ ഇവിടെ അങ്ങനെ കൊന്ന് തള്ളിയിട്ട് സഖാവ് ദിവാകരന്റെ പേരിൽ ഒരു ധീര രക്തസാക്ഷി മണ്ഡപം കെട്ടി അതിൽ പുഷ്പങ്ങൾ അർപ്പിക്കാനും ഈ നമ്മൾ തന്നെ വരേണ്ടി വരുമല്ലോ. എന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ അവർ വരും. പുത്തൻ തലമുറ നിന്നെയൊക്കെ തകർത്ത് പാർട്ടിയെയും ഈ നാടിനെയും സംരക്ഷിക്കാൻ അവർ വരും. അവർ വരും. റിയലി യു ആർ ഗ്രേറ്റ്. വിപ്ലവം എന്ന നമ്മുടെയൊക്കെ ദൈവത്തിന്റെ ധീരപുത്രൻ തന്നെയാണിവൻ. മരണമിങ്ങനെ തൊട്ടുമുന്നിൽ വാപിളർന്നു നിൽക്കുമ്പോഴും പതറാത്ത നിന്റെ ഈ ചങ്കൂറ്റം ഉണ്ടല്ലോ. നീയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, വിപ്ലവകാരി. നീ തന്നെയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ കാവൽക്കാരൻ. ബട്ട് ഐ കിൽ യു ഹിയർ. ഇവിടെ ഈ രണഭൂമിയിൽ നിന്റെ രക്തസാക്ഷി മണ്ഡപം പണിയും. വിപ്ലവകാരിക്ക് മരണം ഒന്നേ ഉള്ളൂ. എന്റെ ഈ രക്തസാക്ഷിത്വത്തിലൂടെ നിന്റെ വർഗത്തിന്റെ രക്തസാക്ഷി മണ്ഡപം ഞാൻ പണിയും. ഒഴിക്കണ കോമള. ഈ നാട്ടിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കുമാണ് നീ കൊള്ളിവെച്ചത്. ആ നിന്നെ ഞങ്ങൾ കൊള്ളിവെക്കും.
നിന്റെ നേതാക്കന്മാരോട് പോയി പറഞ്ഞേക്ക്, ഈ തലമുറയിൽ പാർട്ടിക്ക് കിട്ടുന്ന അവസാനത്തെ രക്തസാക്ഷി ഈ ദിവാകരനായിരിക്കും. മോനെ ഒന്ന് വീഴ്ത്തിയ കൈകൾ കൊണ്ട് ആ പൂക്കളി തൊട്ടുപോരുത്. ദിവാരേട്ടന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കാൻ ഞങ്ങളുണ്ട്. ഈ നാട് നശിപ്പിക്കാനും നിങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്താനും വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൈകളിൽ വെച്ചെന്ന പാഠപുസ്തകങ്ങളും പേനകളുമാണിതെല്ലാം. ഈ ആയുധങ്ങൾ നിങ്ങൾ ദിവാരേട്ടന്റെ കാൽച്ചുവട്ടിൽ വെക്കുന്നു. രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കാം. കടന്നു പോ. ഒരു നിമിഷം ഞങ്ങളുടെ ദിവാരേട്ടന്റെ ചോരയെ കുറിച്ച് ചിന്തിച്ച ഒന്ന് തള്ളും നിന്നേക്ക്. ഓ, ദിവാരേട്ടന്റെ ആത്മാവ് തരുന്ന ജീവന്റെ ഭിക്ഷ വാങ്ങി കടന്നു പോ. എന്റെ ജീവിതമാണ് എന്റെ പ്രത്യയശാസ്ത്രം. ലക്ഷ്യബോധവും പ്രതികരണശേഷിയുമുള്ള ഈ പുത്തൻ തലമുറയിലൂടെ ഞാൻ എന്നും ജീവിക്കും.